ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പോകുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ. കോതമംഗലത്താണ് മാമൻ്റെ വീട്. അപ്പോൾ മാമൻ ഒരുപാട് നാളായി പറയുന്നു വരണം, വീട്ടിലേക്ക് വരണം, കല്യാണം കഴിഞ്ഞിടയ്ക്ക് വിരുന്നിന് വരണം എന്ന്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല, കാരണം ഹസ്ബൻഡിന് കുറച്ച് ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും പിന്നെ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മാമന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ ആ പരിഭവങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തവണ കുഞ്ഞുമായിട്ടങ്ങ് പോയി. അപ്പോൾ അവിടെ ചെന്ന് രാവിലെ തന്നെ അല്ലിമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും ചെറിയ ചിക്കൻ്റെ പീസൊക്കെ രാവിലെ തന്നെ കൊടുത്തു. അതൊക്കെ കഴിച്ചു. കണ്ടോ, ദേഷ്യം പിടിക്കുക കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിവയോട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് വെക്കേഷൻ ടൈം മൊത്തം ഞാൻ എൻ്റെ അമ്മ വീട്ടിലാട്ടോ സ്പെൻഡ് ചെയ്തത്, എൻ്റെ അമ്മൂമ്മയുടെ കൂടെ. അന്നൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അമ്പലവും കനാലും അമ്പലത്തിൻ്റെ ചിറയും ആ ചിറയിൽ പോയി കുളിക്കുന്നതും ഒക്കെ നല്ല ഒരു രസമുള്ള സമയമായിരുന്നു. പക്ഷെ അമ്മൂമ്മ മരിച്ച പിന്നെ ഞാൻ അങ്ങോട്ട് അധികം പോവാറില്ല കേട്ടോ. ശിവയാണെങ്കിൽ രാവിലെ തന്നെ അല്ലിമ്മയ്ക്ക് കിരീടം ഉണ്ടാക്കാൻ നോക്കുക പ്ലാവല വെച്ചിട്ട്. അപ്പോൾ ആൻറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഉള്ളൂ അവിടെ കല്ലിൻ്റെ ഇടയിലൊക്കെ പാമ്പുണ്ടാകും, സൂക്ഷിക്കണമെന്ന്. എനിക്കാണെങ്കിൽ പാമ്പിൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. ശിവയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. ശിവ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിതൊക്കെ കണ്ടാണ് വളർന്നത് ചെറുപ്പത്തിൽ. പ്ലാവല കൊണ്ടുള്ള കിരീടം, പിന്നെ ഓല കൊണ്ടുള്ള പാമ്പ്. അപ്പോൾ അതൊക്കെ കുഞ്ഞിനും കാണിച്ചു കൊടുക്കണമെന്ന് ശിവയ്ക്ക് എപ്പോഴും ഒരു നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുട്ടി കുട്ടി മൊമെൻറ്റ്സൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശിവ എപ്പോഴും പറയാം അതിങ്ങനെ സൂക്ഷിച്ച് വെക്കണം, വലുതാകുമ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. നമുക്കോ നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോസൊന്നും അധികം ഇല്ല. അപ്പോൾ കുഞ്ഞിന് കാണാനും ഫ്യൂച്ചറിൽ നമുക്കത് കാണാനും വേണ്ടിയിട്ട് എപ്പോഴും കുട്ടി കുട്ടി മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കണമെന്ന് എപ്പോഴും ശിവ എന്നോട് പറയാറുണ്ട്. ശിവ പുറത്തായതുകൊണ്ട് തന്നെ അല്ലിമ്മയുടെ വളർച്ചയും കാര്യങ്ങളൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഭയങ്കര സങ്കടം ശിവയ്ക്കുണ്ട്. ശിവ ലാസ്റ്റ് ടൈം വന്നത് അല്ലിയുടെ 28-നാണ്. അതും 28 ആഘോഷിക്കാൻ വേണ്ടി വന്നതല്ല, പെട്ടെന്നൊരു എമർജൻസിക്ക് വന്നതാണ് അല്ലിമ്മയ്ക്ക് വയ്യാത്തൊരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലിമ്മയുടെ കൂടെ അധികം ടൈമൊന്നും ശിവക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കിരീടം ഉണ്ടാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അല്ലിമ്മ. അപ്പോൾ എനിക്ക് വെച്ചില്ലെങ്കിൽ ഞാൻ വഴക്കിടുമല്ലോ, അതുകൊണ്ട് എനിക്കും കൊണ്ടുവന്നൊന്നും വെച്ച് തന്ന് സോപ്പിടുന്നതാണേ. അങ്ങനെ കിരീടമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞ് ഇനി അടുത്തത് അച്ഛൻ്റെയും മോളുടെയും കലാപരിപാടികളാണ്. വലിയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ, കാരണം ഇത്രയും നാളും അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ആദ്യമൊക്കെ അച്ഛനോട് അടുക്കാൻ കുറച്ച് മടിയായിരുന്നു. പിന്നെ അവൾക്ക് അച്ഛനില്ലാതെ പറ്റില്ല എന്നായി, കാരണം ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കാനും കളിപ്പിക്കാനും ഒക്കെ ഒരാളായല്ലോ. പിന്നെ പെൺകുട്ടികൾക്ക് പൊതുവെ അച്ഛന്മാരോടായിരിക്കുമല്ലോ താല്പര്യം. ഞങ്ങൾക്കപ്പോൾ ഇന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ. മാമൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ ഇങ്ങനെ റബ്ബറിൻ്റെ തോട്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ വെട്ടി പൈനാപ്പിൾ തോട്ടമാക്കി. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു കനാല് പോലെ ഉണ്ട്, അവിടെ പോകണമെന്നുണ്ട്. പക്ഷേ മാമൻ സമ്മതിക്കില്ല, കാണാതെ വേണം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലാണ്, കാരണം പൈനാപ്പിൾ തോട്ടത്തിൽ പാമ്പുള്ളതുകൊണ്ട് സമ്മതിക്കാത്ത കേട്ടോ. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടുള്ള എനിക്ക് ഒരു ഹോബിയാണ്, ഇങ്ങനെ പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പറിച്ചിട്ട് ഇങ്ങനെ ചെറിയ ബൊക്ക പോലെ ആക്കും. അപ്പോൾ ഇപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാനിതുപോലെ ഒരെണ്ണം ചെയ്ത് ശിവയ്ക്ക് കൊടുത്തു. ശിവയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ഭൂതത്താൻകെട്ടിലാണ്, അതും കോതമംഗലത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ വേറൊരു മാമനുണ്ട്, ആ മാമൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഡാം. ഞങ്ങൾ ഏർലി മോർണിംഗ് പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈം അല്ലാത്തതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ഡാമിൻ്റെ അകത്തോട്ട് കയറിയില്ല, കാരണം കുറച്ച് നേരത്തെ ആയിപ്പോയി ഞങ്ങൾ എത്തിയത്, അപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് കയറണമെന്നില്ലായിരുന്നു, കാരണം എനിക്ക് വെള്ളവും ഹൈറ്റൊക്കെ പേടിയുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല. ശരിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ചുറ്റിക്കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് വിചാരിച്ചത് അങ്ങനെ ചുറ്റിക്കാണാം. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇതിൻ്റെ ഫെൻസൊക്കെ വലിയവർക്ക് കുഴപ്പമില്ല, കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷൻ, ഇത്രയും വെള്ളം കാണുമ്പോൾ എനിക്ക് ഒന്നാമതെ വെള്ളം പേടിയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷൻ. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷേ അല്ലി അതിൽ ഓടുന്നതുകൊണ്ട് അതും പറ്റുന്നില്ല, ആകെ ടെൻഷനായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും എൻ്റെ മാമൻ്റെ മോനും അല്ലിയും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ അവരാണ് ഞങ്ങളെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നത്. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ, അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ എൻ്റെ അനിയനോടും ഹസ്ബൻഡിനോടൊക്കെ പറയുമായിരുന്നു കേട്ടോ. കുറേയൊക്കെ സത്യമുണ്ട്, കുറേയൊക്കെ പൊട്ടയാണ്. പണ്ട് അമ്മൂമ്മയൊക്കെ പറഞ്ഞ കഥകളാണ്. ശിവയോട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത്. ഈ ഡാം ഭൂതം പണിതതാണ്. അപ്പോൾ ഭൂതം അവിടെ ഇങ്ങനെ കല്ല് ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ടെന്നൊക്കെ.
അപ്പോൾ ശിവ വന്നപ്പോൾ തൊട്ട് ചോദിക്കുകയാണ് എവിടെ ഭൂതം എവിടെ ഭൂതം. എനിക്കിതൊക്കെ എൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെയും കുറേ കെട്ടുകഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ശിവയോട് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ താഴത്തൊരു പടവാണ്. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ പടവ് കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ വീടാണ് അക്കരെയുള്ളത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ വഞ്ചിയാണ് കിടക്കുന്നത്. അവരെന്തോ മണലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ്. പിന്നെ നമുക്ക് നടക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വഴിയുണ്ട് കേട്ടോ. അതിലെ അങ്ങ് അറ്റം വരെയും പോവാം. അങ്ങ് അറ്റത്തായിട്ടാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസാണെന്ന് തോന്നുന്നു. പൈസ കൊടുക്കണം കേട്ടോ. ഞങ്ങളന്ന് ചെന്ന സമയത്ത് ഈ ഡാമിൻ്റെ പരിസരത്ത് ആരും ഇല്ലെങ്കിലും ബോട്ട് സർവീസിൻ്റെ അവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടയത്തു നിന്ന് അവിടെ നിന്നൊക്കെ വന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ശിവ പറഞ്ഞു നമുക്കൊന്ന് ബോട്ടിൽ കയറാം. പക്ഷേ എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. കാരണം കുഞ്ഞിന് ഇത്ര ടൈം ആയല്ലോ, അവൾക്ക് വിശക്കും, അവളുടെ കാര്യം നോക്കണം. പിന്നെ അതേ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മരം കണ്ട് അതിൽ ഷോ കാണിച്ച് വലിഞ്ഞു കയറിയതാണ്. പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ഇവ ഇറക്കുന്ന സീനാണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ്ട് ഞാൻ പറഞ്ഞ ബോട്ട് സർവീസിൽ ഒരെണ്ണം 2-3 ഒക്കെ ഉണ്ട്. അപ്പോൾ ശിവ ഫോട്ടോ എടുക്കാം, നീ വെള്ളത്തിലോട്ട് കാലിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇരുത്തിയേക്കാണ്. പക്ഷേ മുതല വല്ലതും വരുമോ, പാമ്പ് വരുമോ എന്നൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അമ്മയുടെ അനിയൻ്റെ വീട്ടിലേക്ക്, ഇളയ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മാമൻ്റെ വീട് തട്ടേക്കാട് പോകുന്ന വഴിക്കാണ്. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന സ്ഥലമാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പണ്ട് ബോട്ടപകടം നടന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഇവിടെയൊക്കെ പോകണമെന്ന്. പക്ഷേ മാമനൊന്നും വിടത്തില്ല. ശിവ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് പേടിയാണ്. കാരണം വെള്ളമല്ലേ, നമ്മൾ ബോട്ടിലൊക്കെ കയറുമ്പോൾ എപ്പോഴാണ് എന്താ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളെ വിടാത്തത്. മാമനാണെങ്കിൽ ഞങ്ങൾക്ക് ചോറും നല്ല മൊരിഞ്ഞ മീൻ വറുത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുഴയിൽ നിന്ന് പിടിച്ച മീനാണ്. എനിക്ക് ഇഷ്ടമല്ല പുഴയിൽ നിന്ന് പിടിച്ചത്. കാരണം എനിക്കറിയത്തില്ല, ഞാൻ കൊച്ചിയിൽ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് പുഴ മീനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ മീൻ എന്താ അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മാമൻ ഞങ്ങൾക്കതൊക്കെ പാക്ക് ചെയ്ത് തന്നു വിട്ടു. കാരണം മറ്റു വലിയ മാമൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അത് മോശമല്ലേ. അപ്പം ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.